ഇന്നെന്താ ബാബ വരാൻ ഇത്ര വൈകുന്നത്? അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. എന്താണ് ഇത്ര വൈകിയത്? കുറച്ച് ജോലികൾ തീർക്കാൻ ബാക്കിയുണ്ടായിരുന്നു. അടുത്ത നബിയുടെ കഥകൾ കേൾക്കാൻ നീ തയ്യാറാണോ മോനെ അമീർ? അതെ ബാബ. ഇൻഷാ അല്ലാ. അടുത്തതായി നമുക്ക് ഹൂദ് നബിയുടെ കഥയിൽ തുടങ്ങാം. നീ റെഡിയാണോ? ശ്രദ്ധയോടെ കേൾക്കുക. ബിസ്മില്ലാ. ഒരു മഹാപ്രളയത്തിന് ശേഷം നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പിൻഗാമികൾ ഭൂമിയിൽ വർദ്ധിച്ചു. നൂഹ് നബിക്ക് ധാരാളം പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ കൂടുതൽ പേരക്കുട്ടികളുണ്ടായിരുന്നു. അതിനാൽ തന്നെ ഭൂമിയിലെ ജനസംഖ്യ അതിവേഗം വളർന്നുകൊണ്ടേയിരുന്നു. അവരിൽ പലരും പുരാതന യമനിൽ സ്ഥിരതാമസമാക്കി. ഇവിടെ ജീവിച്ചിരുന്നവരിൽ നൂഹ് നബിയുടെ ചെറുമകന്മാരിൽ ഒരാളായ ഇമ്രാൻ്റെ പിൻഗാമികളാണ് ആദ് സമുദായം. ആദ് സമുദായം സമ്പന്നരായിത്തീർന്നു. അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവർ സമീപമുള്ള എല്ലാ മലമുകളിലുമായി വലിയ ഗോപുരങ്ങളെ പ്രതിഷ്ഠിച്ചു. അവരുടെ കഴിവിൽ ആദ് സമുദായം അഭിമാനിച്ചിരുന്നു. ആദ്യം അവരെല്ലാം നല്ല ഈമാനുള്ള മുസ്ലിം ആയിരുന്നു. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ കാലം കഴിയുന്തോറും ശൈത്താൻ അവരെ വഴിതെറ്റിച്ചു. അവർ അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുകയും മോശമായ വഴികളിലൂടെ കടന്നു പോവുകയും ചെയ്തു. അള്ളാഹു ഒരു പ്രവാചകനെ ഭൂമിയിലേക്ക് അയക്കാൻ തീരുമാനിച്ചപ്പോഴായിരുന്നു ഇത് സംഭവിച്ചത്. ഇക്കാലത്ത് അള്ളാഹു ഹൂദ് നബിയെ അവരിൽ നിന്ന് തന്നെ പ്രവാചകനായി തിരഞ്ഞെടുത്തു. വിശ്വാസയോഗ്യമായ ഉപദേഷ്ടാവായി അവരെ താക്കീത് ചെയ്യുകയായിരുന്നു. അള്ളാഹു എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അള്ളാഹു എല്ലാം പഠിപ്പിച്ചു. അവൻ നിങ്ങൾക്ക് ഈ ലോകത്തെ തന്നിട്ടുണ്ട്. അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ തന്നിട്ടുണ്ട്. അവൻ നിങ്ങൾക്ക് മൃഗങ്ങളെ നൽകി എന്ന് ഹൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജനതയോട് പറഞ്ഞു. നിങ്ങൾ വ്യാജദൈവങ്ങളെ ആരാധിക്കുന്നത് നിർത്തണം. ഏകദൈവമേയുള്ളൂ, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കണം എന്ന് ഹൂദ് നബി തൻ്റെ ജനതയോട് പറഞ്ഞു. എന്നാൽ ആദ് സമുദായം ചോദിച്ചു, നീ ഞങ്ങളെ ഉപദേശിക്കുന്നതെന്തിനാണ്? അവർ പ്രവാചകനെ ധിക്കരിച്ചു. ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ ശാന്തമായി അവരോട് പറഞ്ഞു, ഞാൻ പറയുന്നതൊന്നും കേൾക്കുകയില്ലെങ്കിൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അവർ ചെവിക്കൊണ്ടില്ല. അവർ പറഞ്ഞു, നിങ്ങൾ ഒരു നുണയനാണ്. ഞങ്ങൾ നുണയൻ്റെ വാക്കുകളെ ശ്രദ്ധിക്കേണ്ടതില്ല. പ്രവാചകൻ പറഞ്ഞു, ഞാൻ കള്ളം പറയുന്നവനല്ല. ആദ് സമുദായം പറഞ്ഞു, നീ സത്യവാനാണെങ്കിൽ നീ പറയുന്നത് സത്യമാണെന്ന് തെളിയിച്ച് കാണിക്കേ. അള്ളാഹുവിൻ്റെ ശിക്ഷ ഞങ്ങളിലേക്ക് ഇറങ്ങുന്നത് കാണിക്കേ. ഹൂദ് നബിക്ക് ഇത് കേട്ടപ്പോൾ ദുഃഖവും നിരാശയുമായിരുന്നു. ഞാൻ ഒരു നുണയനല്ല, ഞാൻ ദൈവത്തിൻ്റെ പ്രവാചകനാണ്. അവൻ അവരോട് ആത്മാർത്ഥമായി പറഞ്ഞു. എന്നാൽ
ആരും അവനിൽ വിശ്വസിച്ചില്ല. വ്യത്യസ്ത ആളുകളോട് പ്രസംഗിക്കാൻ പ്രവാചകൻ ശ്രമിച്ചു. പ്രവാചകൻ അവരോട് ചോദിച്ചു, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളുടെ അധീനത നൽകിത്തന്നത് ഓർക്കുക. അവനാണ് എൻ്റെ രക്ഷിതാവും നിങ്ങളുടെ രക്ഷിതാവും. അതിനാൽ അവനെ നിങ്ങൾ വിശ്വസിക്കുക. ഞാൻ നേരത്തെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കാതിരുന്നാൽ അവൻ നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരു ജനതയെ തിരഞ്ഞെടുക്കും. എന്നാൽ ആദ് സമുദായത്തിൻ്റെ മൂപ്പന്മാർ നബിയെ തള്ളിപ്പറഞ്ഞു. അടുത്ത ദിവസങ്ങളിൽ ആ പ്രദേശത്തെ ഒരു വരൾച്ച വ്യാപിച്ചു. സൂര്യൻ്റെ ചൂടേറ്റ് മരുഭൂമിയിലെ മണൽത്തരികൾ ഉണങ്ങി. എന്നിട്ടും ജനങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വരൾച്ച 3 വർഷങ്ങൾ നീണ്ടുനിന്നു. ഒരിക്കൽ നബി തിരുമേനി നമസ്കരിച്ചപ്പോൾ അല്ലാഹു പ്രവാചകനോട് തൻ്റെ യഥാർത്ഥ വിശ്വാസികളെ കൂട്ടിച്ചേർക്കുവാനും ഈ നഗരം വിട്ട് പോകുവാനും പറഞ്ഞു. അടുത്ത ദിവസം നബി തങ്ങൾ തൻ്റെ അനുയായികളെയും കൂട്ടി ആ പ്രദേശം വിട്ടു. അല്ലാഹു ആദ് ജനതയെ ശിക്ഷിക്കാൻ പോവുകയാണെന്ന് അവനറിയാമായിരുന്നു. അധികം താമസിയാതെ ആദ് ജനത്തിൻ്റെ മേൽ ആകാശത്ത് ഒരു കറുത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു. ആ മേഘമയച്ചത് അല്ലാഹുവാണെന്ന് അവിശ്വാസികൾ അറിഞ്ഞില്ല. വരണ്ട ചൂടുള്ളതും കനത്തതുമായ കാലാവസ്ഥ പെട്ടെന്ന് മാറി. പകലും രാത്രിയും കാറ്റ് വർദ്ധിച്ചു. വലിയ മരങ്ങളും കൂടാരങ്ങളും നശിച്ചു. കാറ്റുകൊണ്ട് തണുത്തുറഞ്ഞ കാലാവസ്ഥ. പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും പേടിച്ചു. അത് അല്ലാഹുവിങ്കൽ നിന്നുള്ള ശിക്ഷയാണെന്ന് മനസ്സിലാക്കി അവർ ഓടി രക്ഷപ്പെട്ടു. വീട്ടിലേക്ക് ഓടി ഒളിച്ചിരുന്നു. പക്ഷേ ശക്തമായ കാറ്റ് അവരുടെ വീടുകൾ തകർത്തു. ജനങ്ങൾ അവർ കെട്ടിപ്പടുത്ത വലിയ കെട്ടിടത്തിൻ്റെ അടിവാരത്തിൽ ഒളിച്ചിരുന്നു. എന്നാൽ കാറ്റ് വളരെ ശക്തമായിരുന്നു. കെട്ടിടങ്ങൾ തകർന്നു വീണു. അവിശ്വാസികൾ അതിനിടയിൽപ്പെട്ട് മരിച്ചു. എട്ട് പകലും 7 രാത്രിയും കൊടുങ്കാറ്റ് വീശി. ആ പ്രദേശം മുഴുവൻ നശിക്കുന്നതുവരെ കൊടുങ്കാറ്റ് നിന്നില്ല. ആദ് ജനതയിലെ സകല ദുഷ്ടരും നശിക്കപ്പെട്ടു. അല്ലാഹുവിൻ്റെ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചതിനാൽ പ്രവാചകനും അവൻ്റെ ജനതയും സുരക്ഷിതരായിരുന്നു. അവർ ഹദ്രമത്തിലേക്ക് പലായനം ചെയ്ത് സമാധാനത്തോടെ ജീവിക്കുകയും തങ്ങളുടെ യഥാർത്ഥ ദൈവമായ അല്ലാഹുവിനെ ആരാധിക്കുകയും ചെയ്തു. മാഷാ അല്ലാ, ഇതൊരു അത്ഭുതകരമായ കഥയായിരുന്നു. നിനക്കിഷ്ടപ്പെട്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഈ കഥയെക്കുറിച്ച് എന്താണ് ചോദിക്കാൻ പോകുന്നത്? ഞാൻ ചോദിക്കാൻ തുടങ്ങട്ടെ. നീ തയ്യാറാണോ അമീർ? അതെ ബാബ. പ്രവാചകൻ ഹൂദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് ജീവിച്ചിരുന്നത്? ആദ് പ്രദേശത്താണ് ജീവിച്ചിരുന്നത്. ഉത്തരം ശരിയാണ്. വെരി ഗുഡ്. അടുത്ത ചോദ്യം, ആദ് ജനതയുടെ പാപങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നിനക്ക് 3 ഓപ്ഷൻസ് തരാം. ചൂതാട്ടം, വിഗ്രഹങ്ങളെ ആരാധിക്കൽ, മോഷണം. അത് ഓപ്ഷൻ ബി, വിഗ്രഹങ്ങളെ ആരാധിക്കൽ. അത് വീണ്ടും ശരിയാണ്. ഓ, വെരി ഗുഡ്. താങ്ക്സ് ബാബ. അടുത്ത ചോദ്യം ഇതാ, ആദ് ജനതയുടെ കഴിവുകൾ എന്തെല്ലാമായിരുന്നു? എനിക്ക് ഓപ്ഷൻസ് തരാമോ? തീർച്ചയായും. ഓപ്ഷൻ എ കരകൗശല നിർമ്മാണം, ബി ഗായകർ, സി നർത്തകർ. അവർ കരകൗശലത്തിന് മിടുക്കരായിരുന്നു. ആഹാ, ശരിയാണ്. എന്നാൽ പിടിച്ചോ, നിനക്കുള്ള അടുത്ത ചോദ്യം. ആദ് സമുദായത്തെ അല്ലാഹു ശിക്ഷിച്ചതെങ്ങനെ? ആദ് ജനതയിലേക്ക് ഒരു വരൾച്ചയെ അയച്ചു. അപ്പോഴും ജനങ്ങൾ പ്രവാചകനെ പരിഹസിച്ചു. അല്ലാഹു അവരിലേക്ക് വലിയ കൊടുങ്കാറ്റയച്ച് അവരെ എല്ലാം നശിപ്പിച്ചു. മാഷാ അല്ലാഹ്, വെരി ഗുഡ് മൈ സൺ. പ്രവാചകനും അനുയായികളും ആ കൊടുങ്കാറ്റിൽ പെട്ടിരുന്നോ? ഇല്ല, നബിക്കും അനുയായികൾക്കും അപകടമൊന്നും സംഭവിച്ചില്ല. ഉത്തരം ശരിയാണ്. ഞാൻ നാളെ നിനക്ക് മറ്റൊരു നല്ല കഥ പറഞ്ഞു തരാം. ബാബ നാളെ ആരുടെ കഥയാണ് പറയാൻ പോകുന്നത്? ഇൻഷാ അല്ലാഹ്, നാളെ ഞാൻ നിനക്ക് സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കഥ പറഞ്ഞു തരാം. സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെയോ? അതെ അമീർ.
ആദനാശത്തിനു ശേഷം തമൂത്തിന്റെ ഗോത്രക്കാർ അവരെ പിന്തുടർന്നു. അവരിൽ ഈ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലമായിരുന്നു അത്. അത് വളരെ രസകരമായ ഒന്നാണ്. ഞാൻ വളരെ ആവേശത്തിലാണ്. ശരി, നീ ഇപ്പോൾ ഉറങ്ങാൻ പോവുക. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.